In this video, we are going to discuss about the earliest and latest event times, the start and finish times of an activity, and also the rules related with earliest start time and latest finish time. ഏർലിയസ്റ്റ് ഇവൻറ്റ് ടൈമും ലേറ്റസ്റ്റ് ഇവൻറ്റ് ടൈം അതിൽ നമ്മൾ ഏർലിയസ്റ്റ് ഇവൻറ്റ് ടൈമിനെ TE കൊണ്ട് റെപ്രസെൻറ്റ് ചെയ്യുമ്പോൾ ലേറ്റസ്റ്റ് ഇവൻറ്റ് ടൈമിനെ നമ്മൾ TL കൊണ്ട് റെപ്രസെൻറ്റ് ചെയ്യും. ഒരു ഇവൻറ്റ് ഏർലിയസ്റ്റ് ആയിട്ട് ഒക്കർ ചെയ്യുന്നതിനെ ഏർലിയസ്റ്റ് ഇവൻറ്റ് ടൈം എന്നും അത് ലേറ്റസ്റ്റ് ആയിട്ട് ഒക്കർ ചെയ്യുന്നതിനെ ലേറ്റസ്റ്റ് ഇവൻറ്റ് ടൈം എന്നും പറയും. ഇതിൽ ഫോർ എക്സാമ്പിൾ നമ്മൾ പറയുകയാണെങ്കിൽ 2 എന്ന് പറയുന്ന ഇവൻറ്റിൻ്റെ ഏർലിയസ്റ്റ് ഒക്കറൻസിനെ നമ്മൾ E2 എന്നും അതിൻ്റെ ലേറ്റസ്റ്റ് ഒക്കറൻസിനെ നമ്മൾ L2 എന്നും റെപ്രസെൻറ്റ് ചെയ്യും. ദെൻ സ്റ്റാർട്ട് ആൻഡ് ഫിനിഷ് ടൈംസ് ഓഫ് ആൻ ആക്ടിവിറ്റി എന്ന് പറയുമ്പോൾ നമുക്ക് 4 ആയിട്ട് ക്ലാസിഫൈ ചെയ്യാം. ഏർലിയസ്റ്റ് സ്റ്റാർട്ട് ടൈം, ഏർലിയസ്റ്റ് ഫിനിഷ് ടൈം, ദെൻ ലേറ്റസ്റ്റ് സ്റ്റാർട്ട് ടൈം ആൻഡ് ലേറ്റസ്റ്റ് ഫിനിഷ് ടൈം. ഇതിൽ ഏർലിയസ്റ്റ് സ്റ്റാർട്ട് ടൈം ഒരു ആക്ടിവിറ്റിയുടെ EST എന്ന് പറയുന്നത് ആ ഒരു ആക്ടിവിറ്റിയുടെ ടെയിൽ ഇവൻറ്റിൻ്റെ ഏർലിയസ്റ്റ് ഒക്കറൻസ് ആണ്. അതായത് നമ്മൾ ഫോർ എക്സാമ്പിൾ ഒരു ആക്ടിവിറ്റി 2, 3 എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ EST എന്ന് പറയുന്നത് E2 ആണ്. അതുപോലെ ഏർലിയസ്റ്റ് ഫിനിഷ് ടൈം അല്ലെങ്കിൽ EFT എന്ന് പറഞ്ഞാൽ അത് ദ ഏർലിയസ്റ്റ് ടൈം ബൈ വിച്ച് ഇറ്റ് ക്യാൻ ബി ഫിനിഷ്ഡ്, അതാണ് EFT എന്ന് പറയുന്നത്. നമുക്ക് ESTയുടെ കൂടെ ആക്ടിവിറ്റി ഡ്യൂറേഷൻ ആഡ് ചെയ്യുമ്പോൾ EFT കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് പറ്റും. ദെൻ LFT അല്ലെങ്കിൽ ലേറ്റസ്റ്റ് ഫിനിഷ് ടൈം എന്ന് പറഞ്ഞാൽ ആ ഒരു പ്രോജക്റ്റിൽ ഡിലേ ഒന്നും വരുത്താതെ ആ ഒരു ആക്ടിവിറ്റി ഏത് ടൈമിലാണ് ലേറ്റസ്റ്റ് ആയിട്ട് കംപ്ലീറ്റ് ആകുന്നത്, ഫിനിഷ് ചെയ്യുന്നതാണ് ലേറ്റസ്റ്റ് ഫിനിഷ് ടൈം എന്ന് പറയുന്നത്. ഇത് നമ്മൾ കണ്ടുപിടിക്കുന്നത് ഹെഡ് ഇവൻറ്റിൻ്റെ ലേറ്റസ്റ്റ് എക്സ്പെക്റ്റഡ് ടൈമിന് ഇക്വലൻ്റ് ആയിരിക്കും. നമ്മൾ 2, 3 എന്ന് പറയുന്ന ഒരു ആക്ടിവിറ്റിയിൽ LFT എന്ന് പറയുന്നത് L3 ആയിരിക്കും. ദെൻ ലേറ്റസ്റ്റ് സ്റ്റാർട്ട് ടൈം എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ദ ലേറ്റസ്റ്റ് ടൈം ബൈ വിച്ച് ആൻ ആക്ടിവിറ്റി ക്യാൻ ബി സ്റ്റാർട്ടഡ് വിതൗട്ട് ഡിലേയിങ് ദ കംപ്ലീഷൻ ഓഫ് പ്രോജക്റ്റ്. നേരത്തെ LFT പ്രോജക്റ്റ് കംപ്ലീഷനെ ഡിലേ ചെയ്യാതെ ഫിനിഷ് ചെയ്യാൻ എടുക്കുന്ന ലേറ്റസ്റ്റ് ടൈം ആണെങ്കിൽ ഇവിടെ LST എന്ന് പറയുന്നത് അങ്ങനെ ഒരു ഡിലേ വരുത്താതെ സ്റ്റാർട്ട് ചെയ്യാൻ എടുക്കുന്ന ആക്ടിവിറ്റിയുടെ ടൈമാണ്. നമ്മൾ ഇത് കണ്ടുപിടിക്കുന്നത് LFTയിൽ നിന്ന് ആക്ടിവിറ്റി ഡ്യൂറേഷൻ ലെസ് ചെയ്തുകൊണ്ടാണ്. ദെൻ ഫോർവേഡ് പാസ് ആൻഡ് ബാക്ക്വേർഡ് പാസ്. പ്രോബ്ലം ചെയ്യുമ്പോൾ നമുക്ക് ആവശ്യമായിട്ടുള്ളതാണ് ഇനി പറയുന്ന കുറച്ച് റൂൾസ് എന്ന് പറയുന്നത്. നേരത്തെ പറഞ്ഞ പോലെ 2 ടൈപ്പ് റൂൾസ് ഉണ്ട്. ഫോർവേഡ് പാസ് റൂൾസും ഉണ്ട്, ബാക്ക്വേർഡ് പാസ് റൂൾസും ഉണ്ട്. ഫസ്റ്റ് നമ്മൾ ഫോർവേഡ് പാസ് റൂൾസ് നോക്കുമ്പോൾ അതിൽ ഫസ്റ്റ് വൺ, ഇതിൽ 3 റൂൾസാണുള്ളത്. ഫോർവേഡ് പാസിൽ 3 എണ്ണമാണ്, ബാക്ക്വേർഡ് പാസിലും 3 റൂൾസാണ് വരുന്നത്. ഇതിൽ ഫസ്റ്റ് വൺ എന്ന് പറയുമ്പോൾ ഏർലിയസ്റ്റ് ഒക്കറൻസ് ഓഫ് ഇനിഷ്യൽ ഇവൻറ്റ് ഈസ് ഈക്വൽ ടു 0 ആസ് ദർ ഈസ് നോ പ്രെഡിസസർ ഇവൻറ്റ്. അതായത് നമ്മൾ ഈ എക്സാമ്പിൾ നോക്കുമ്പോൾ മനസ്സിലാവും. നമ്മളിവിടെ ശ്രദ്ധിക്കാനുള്ള കാര്യം, നമ്മൾ ഫോർവേഡ് പാസ് അല്ലെങ്കിൽ ഏർലിയസ്റ്റ് സ്റ്റാർട്ട് ടൈം റൂളിനെ നമ്മൾ ക്യാപിറ്റൽ ലെറ്റർ E യൂസ് ചെയ്തിട്ടാണ് ഡിനോട്ട് ചെയ്യുന്നത്. സോ ഇവിടെ നമ്മൾ ഈ ഒരു ഇവൻറ്റ് എടുക്കുമ്പോൾ ഇവിടെ 1ഉം 2ഉം ഇതാണ് 2 ഇവൻറ്റ്സ്, അത് ഒരു ആക്ടിവിറ്റിയാണ് കണക്ട് ചെയ്തിരിക്കുന്നത്. സോ എല്ലാ നെറ്റ്വർക്ക് ഡയഗ്രത്തിലും നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് 1ൽ നിന്നാണ്. സോ ഈ ഫസ്റ്റ് ഇവൻറ്റിൻ്റെ ഏർലിയസ്റ്റ് ഒക്കറൻസിനെ നമ്മൾ E1 എന്ന് ഡിനോട്ട് ചെയ്യും. അതെപ്പോഴും 0 തന്നെ ആയിരിക്കും. ഇത് എല്ലാ ക്വസ്റ്റ്യനിലും 0 തന്നെ ആയിരിക്കും. ദെൻ നെക്സ്റ്റ് വൺ, ഏർലിയസ്റ്റ് ഒക്കറൻസ് ഓഫ് ആൻ ഇവൻറ്റ് വെൻ ദർ ഈസ് ഓൺലി 1 ഇമ്മീഡിയറ്റ് പ്രെഡസസർ ആക്ടിവിറ്റി. ഒരേ ഒരു പ്രെഡസസർ എന്ന് പറയുമ്പോൾ നമുക്കറിയാം തൊട്ട് മുന്നേ ഉള്ളത്, സക്സസർ എന്ന് പറയുമ്പോഴത്തേക്ക് അത് കഴിഞ്ഞിട്ടുള്ളത്. സോ പ്രെഡസസർ ആക്ടിവിറ്റി ഇതാ ഈ എക്സാമ്പിൾ നോക്കുമ്പോൾ 2 to 3, 3 to 4 എല്ലാത്തിനെയും കണക്ട് ചെയ്ത് ഒരൊറ്റ ആക്ടിവിറ്റിയേ ഉള്ളൂ. സോ ഇവിടെ 3 നമ്മൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ 3യുടെ പ്രെഡസസർ ആക്ടിവിറ്റി അല്ലെങ്കിൽ പ്രെഡസസറാണ് 2. ദെൻ 4 എടുക്കുകയാണെങ്കിൽ 4ൻ്റെ പ്രെഡസസറാണ് 3. ഈ ഒരു എക്സാമ്പിൾ നമ്മൾ E3 നമുക്കറിയാം, നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത് ഇതിനെ E2, ഇത് E3, ഇതാണെങ്കിൽ E4. ഇവിടെ നമ്മൾ E3യുടെ വാല്യൂ കണ്ടുപിടിക്കുന്നത് E2ൻ്റെ വാല്യൂവിൻ്റെ കൂടെ ഈ ഒരു ആക്ടിവിറ്റി അല്ലെങ്കിൽ ടൈം ഡ്യൂറേഷൻ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് E3യുടെ വാല്യൂ കിട്ടും. അതാണ് ഇവിടെ ചെയ്തിരിക്കുന്നത്. E3 ഈസ് ഈക്വൽ ടു E2 പ്ലസ് E2 എന്ന് പറയുമ്പോൾ നമുക്കിവിടെ തന്നിട്ടുണ്ട് 3. ആ E2ൻ്റെ കൂടെ ഡ്യൂറേഷൻ ഓഫ് ആക്ടിവിറ്റി B എന്ന് പറയുന്നത് ഇതാണ്, അതിൻ്റെ ഡ്യൂറേഷൻ 4. സോ
3 + 4 = 7. ആ 7 ആണ് നെക്സ്റ്റ് ഈ 3യുടെ വാല്യൂ എന്ന് പറയുന്നത്. ഇനി ഇവിടെ 4, ഈ 4 നമുക്ക് കണ്ടുപിടിക്കണമെങ്കിൽ ഇവിടെ നമ്മൾ ക്വസ്റ്റ്യനിൽ ഇതൊരു 2 എന്നാണ് തന്നിരിക്കുന്നത്. നമ്മൾ എന്ത് ചെയ്താനേ, ഈ 3യുടെ കൂടെ 2 ആഡ് ചെയ്ത് ചെയ്യുമ്പോൾ നമുക്ക് ഈ 4 കിട്ടും. അപ്പോൾ 7 + 2 9. ഇതാണ് ഇവിടുത്തെ ഈ 4 എന്ന് പറയുന്നത്. ഇനി തേർഡ് റൂൾ എന്ന് പറയുമ്പോഴത്തേക്ക് ഇവിടെ ഏർലിയസ്റ്റ് occurrence ഓഫ് ആൻ ഇവൻറ്റ് വെൻ ദർ ആർ മെനി പ്രെഡിസസർ ആക്ടിവിറ്റി. ശ്രദ്ധിക്കുക, നമ്മൾ സെക്കൻഡ് റൂളിനകത്ത് പറഞ്ഞത് വെൻ ദർ ഈസ് ഓൺലി വൺ ഇമ്മീഡിയറ്റ് പ്രെഡിസസർ ആക്ടിവിറ്റി എന്നാണ്. ഇവിടെ ഓരോ ഇവൻറ്റ്സിനെയും കണക്ട് ചെയ്തുകൊണ്ട് ഒരൊറ്റ ആക്ടിവിറ്റിയെ വരുന്നുള്ളൂ. കണ്ടോ, 2 to 3 ഒരു ആക്ടിവിറ്റി, 3 to 4 ഒരു ആക്ടിവിറ്റി. പക്ഷേ ഇനി നെക്സ്റ്റ് റൂളിൽ നമ്മൾ പറയാൻ പോകുന്നത് ഈ ഒരു ഡയഗ്രാം നിങ്ങൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ മനസ്സിലാവും. ഇവിടെ 3 ഇവൻറ്റ്സ് ഉണ്ട്, 1 2 3. ഈ ഓരോ ഇവൻറ്റ്സിനെയും കണക്ട് ചെയ്തിട്ട് നമ്മൾ എന്തുകൊണ്ട് ആക്ടിവിറ്റീസ് ഉണ്ട്. ഈ ഡയഗ്രാം ശ്രദ്ധിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും 1 to 2 ഒരു ആക്ടിവിറ്റിയേ ഉള്ളൂ, 2 to 3 ഒരു ആക്ടിവിറ്റിയേ ഉള്ളൂ, 1 to 3 ഒരു ആക്ടിവിറ്റിയേ ഉള്ളൂ. ഇനി നമ്മൾ ഒന്നും കൂടി ഇതൊന്ന് എക്സാമിൻ ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാവും 3ലേക്ക് 2 ആക്ടിവിറ്റീസ് വരുന്നുണ്ട്. കണ്ടോ, 2 to 3 ഉണ്ട്, 1 to 3 ഉണ്ട്. അപ്പോൾ ഇങ്ങനെ വരുമ്പോൾ നമ്മൾ എങ്ങനെ ഈ വാല്യൂസ് അല്ലെങ്കിൽ ഏർലിയസ്റ്റ് വാല്യൂസ് കാൽക്കുലേറ്റ് ചെയ്യുക എന്നുള്ളതാണ് നോക്കുന്നത്. ഇങ്ങനെ വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഏർലിയസ്റ്റ് സ്റ്റാർട്ട് ടൈം റൂൾ അനുസരിച്ച് ഈ 2 എണ്ണത്തിൻ്റെയും മാക്സിമം ഏതാണ് അതാണ് ഈ 3യുടെ വാല്യൂ ആയിട്ട് എടുക്കുന്നത്. ഫോർ എക്സാമ്പിൾ നമ്മളിവിടെ നോക്കുകയാണെങ്കിൽ നമുക്കറിയാം ഓരോ ആക്ടിവിറ്റിയുടെ ആ ഒരു ഈ വാല്യൂസ് കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണ്, അതുമായിട്ട് കണക്ട് ചെയ്ത് വരുന്ന ആക്ടിവിറ്റിയുടെ ടൈം ഡ്യൂറേഷൻ്റെ കൂടെ ആ ഒരു ഇവൻറ്റിൻ്റെ അതിന് തൊട്ട് മുന്നേ ഉള്ള ഇവൻറ്റിൻ്റെ എന്ത് കൂട്ടണം, ആ ഒരു വാല്യൂ ആഡ് ചെയ്യുമ്പോൾ കിട്ടും. ഇവിടെ കാൽക്കുലേഷൻ നോക്കൂ, ഈ 3 = മാക്സ് ഓഫ് ഈ 2 പ്ലസ് ഡ്യൂറേഷൻ ഓഫ് ആക്ടിവിറ്റി. ഈ 2 എന്ന് പറയുമ്പോൾ ഇത് ഈ 2ൻ്റെ വാല്യൂ 2 ഉണ്ട്, 2 പ്ലസ് ഡ്യൂറേഷൻ ഓഫ് ആക്ടിവിറ്റി സിയുടെ ഡ്യൂറേഷൻ 3 ആണ്. അപ്പോൾ 2 + 3 5, അതാണ് ഒരെണ്ണം, കോമ ഈ 1 പ്ലസ് ഡ്യൂറേഷൻ ഓഫ് ആക്ടിവിറ്റി ബി എന്ന് പറയുന്ന ആക്ടിവിറ്റിയുടെ ഡ്യൂറേഷൻ ഈ 1ൻ്റെ കൂടെ ആഡ് ചെയ്യുക. ഇവിടെ നമ്മൾ ഇങ്ങനെ എടുക്കുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ നോക്കുക, നിങ്ങൾക്ക് നോക്കാൻ മനസ്സിലാവും 3 എന്ന് പറയുന്ന ഇവൻറ്റിലേക്ക് 2ൽ നിന്നൊരു ആക്ടിവിറ്റി ഉണ്ട്, 1ൽ നിന്നൊരു ആക്ടിവിറ്റി ഉണ്ട്. അങ്ങനെ 2 ആക്ടിവിറ്റി ആരെ ഫോളോ ചെയ്യുന്നുണ്ട്, ആർക്ക് വരുന്നുണ്ട്, 3 എന്ന് പറയുന്ന ഇവൻറ്റിനോട്ട് വരുന്നുണ്ട്. അപ്പം നമ്മൾ എടുക്കുമ്പോൾ ഈ 2ലും ഈ വാല്യൂസ് കണ്ടുപിടിച്ചിട്ട് ഇതിൽ മാക്സിമം ഏതാണ് അതാണ് നമ്മളിവിടെ ഈ 3യുടെ വാല്യൂ ആയിട്ട് എടുക്കുന്നത്. അപ്പോൾ നമ്മളിവിടെ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ maximum of 2 + 3, 0 + 4. So max of 5, 4. അതിൽ ഏതാണ് മാക്സിമം, 5 ആണ് മാക്സിമം. സോ ഇവിടെ ഈ 3യുടെ വാല്യൂ എന്ന് പറയുന്നത് 5 ആണ്. ഓക്കെ, ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ബാക്ക്വേർഡ് പാസ് റൂൾസ് ആണ്. അതിനകത്തും 3 റൂൾസ് ആണുള്ളത്. അതിൽ ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ലേറ്റസ്റ്റ് occurrence ഓഫ് ടെർമിനൽ ഇവൻറ്റ്. അതിന് മുന്നേ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ നേരത്തെ പറഞ്ഞു ഫോർവേഡ് പാസ് അല്ലെങ്കിൽ ഏർലിയസ്റ്റ് ഫിനിഷ് ടൈമിനെ നമ്മൾ ഈ കൊണ്ട് റെപ്രസെൻറ്റ് ചെയ്യുമ്പോൾ ബാക്ക്വേർഡ് പാസ് റൂൾസിലെ അതിനെ നമ്മൾ എൽ കൊണ്ടാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്, ക്യാപിറ്റൽ ലെറ്റർ എൽ. സോ ടെർമിനൽ ഇവൻറ്റ് എന്ന് പറയുമ്പോൾ ഏറ്റവും ലാസ്റ്റ് ഇവൻറ്റ്. ഫോർ എക്സാമ്പിൾ നമ്മളിപ്പോൾ ഒരു നെറ്റ്വർക്ക് ഡയഗ്രാം വരയ്ക്കുമ്പോൾ ഇപ്പോൾ 1 2 കണക്ട് ചെയ്ത് 3, then 4, then 5 6 7 8 9 10. ഫോർ എക്സാമ്പിൾ ഞാൻ വരയ്ക്കുകയാണെങ്കിൽ ഇങ്ങനെ ഒരു നെറ്റ്വർക്ക് ഡയഗ്രാം കിട്ടിയെന്ന് വിചാരിക്കാം. അപ്പോൾ ഇങ്ങനെ വരയ്ക്കുമ്പോഴത്തേക്ക് ലാസ്റ്റ് ഇവൻ്റ് എന്ന് പറയുന്നത് 10 ആണ് അല്ലേ. ഈ ഒരു നെറ്റ്വർക്ക് ഡയഗ്രത്തിനകത്ത് ജസ്റ്റ് ഒരു എക്സാമ്പിളാണ്, 10 ആണ് ലാസ്റ്റ് ഇവൻ്റ് എന്ന് പറയുന്നത്. സോ അങ്ങനെ 10 ആണ് ഒരു നെറ്റ്വർക്ക് ഡയഗ്രത്തിൻ്റെ ലാസ്റ്റ് ഇവൻ്റ് അല്ലെങ്കിൽ ടെർമിനൽ ഇവൻ്റ് എങ്കിൽ അതിനെന്ത് കാണത്തില്ല, പിന്നെ ഒരു സക്സസർ ഇവൻ്റ് കാണില്ല. അതായത് ഈ 10 കഴിഞ്ഞ് പിന്നെ ഒരു ഇവൻ്റ് ഇവിടെ ഇല്ല, 10 വന്നപ്പോൾ സ്റ്റോപ്പായി. സോ നമ്മൾ ഇവിടെ ഫസ്റ്റ് റൂൾ എന്ന് പറയുന്നത് അങ്ങനെയാണ്. ഇപ്പോൾ 10 ആണ് ഇവിടെയും ഈ ഒരു നെറ്റ്വർക്ക് ഡയഗ്രത്തിൻ്റെ ലാസ്റ്റ് വന്ന ഇവൻ്റ്. സോ L10 എന്ന് നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യും. ഏർലിയസ്റ്റിന് നമ്മൾ E1 E2 E3 അങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യുമ്പോൾ ഈ ലേറ്റസ്റ്റിന് നമ്മൾ L10 ബാക്ക്വേർഡ് ആണ്. ശ്രദ്ധിക്കുക, ബാക്ക്വേർഡ് ആകുമ്പോൾ L10 L9 L8 L7 അങ്ങനെ റെഡ്യൂസ് ചെയ്ത് L1 വരെ എത്തും. അപ്പോൾ ഇവിടെ പറയുന്നത് 10 ആണ് ലേറ്റസ്റ്റ് അല്ലെങ്കിൽ ടെർമിനൽ ഇവൻ്റ് എങ്കിൽ അതിൻ്റെ വാല്യൂ ഈ 10ൻ്റെ വാല്യൂവിന് ഇക്വലൻ്റ് ആയിരിക്കും. സപ്പോസ് ഈ ഒരു നെറ്റ്വർക്ക് ഡയഗ്രത്തിനകത്ത് നമ്മൾ ഈ 10 എന്ന് പറയുന്നത് 20 കിട്ടിയെങ്കിൽ ഈ സെയിം നെറ്റ്വർക്കിൽ തന്നെ L10 എന്ന് പറയുന്നതും 20 ആയിരിക്കും. ഓക്കെ, നമ്മൾ കഴിഞ്ഞതിൽ E1 0 പറഞ്ഞു,
അതുപോലെ ഇവിടെ പറയുന്നത് L10 ലേറ്റസ്റ്റ് അല്ലെങ്കിൽ ടെർമിനൽ ഇവൻ്റ് ആണ്. അത് കഴിഞ്ഞിട്ടൊരു സക്സസർ ഇവൻ്റ് ഇല്ല. സോ നമ്മൾ ഈ 10ൻ്റെ വാല്യൂ തന്നെ L10 ആയിട്ട് എടുക്കും. ഈ ഒരു നെറ്റ്വർക്ക് ഡയഗ്രത്തിന് നമ്മൾ ഫസ്റ്റ് ഈ വാല്യൂസാണ് കണ്ടുപിടിക്കുന്നത്. അത് കഴിഞ്ഞിട്ടേ L വാല്യൂസ് കണ്ടുപിടിക്കത്തുള്ളൂ. സോ ഈ വാല്യൂസ് 20 കിട്ടിയാൽ ആ ഒരു നെറ്റ്വർക്ക് ഡയഗ്രത്തിൻ്റെ L10 എന്ന് പറയുന്നതും 20 തന്നെ ആയിരിക്കും. അതാണ് ഇവിടെ പറയുന്നത് L10 ഈസ് ഈക്വൽ ടു E10. ദെൻ സെക്കൻഡ് റൂൾ എന്ന് പറയുമ്പോൾ ലേറ്റസ്റ്റ് ഒക്കറൻസ് ഓഫ് ആൻ ഇവൻറ്റ് വെൻ ദർ ഈസ് ഓൺലി വൺ ഇമ്മീഡിയറ്റ് സക്സസർ. നേരത്തെ നമ്മൾ ഇമ്മീഡിയറ്റ് പ്രെഡിസസർ പറഞ്ഞതുപോലെ ഇവിടെ ഈ ഒരു എക്സാമ്പിൾ നോക്കുമ്പോൾ 9 to 10 കണക്ട് ചെയ്ത ഒരു സിംഗിൾ ആക്ടിവിറ്റിയേ ഉള്ളൂ. അപ്പോൾ നമ്മുടെ ഈ ക്വസ്റ്റ്യനിൽ L10 നമുക്കറിയാം 12 ആണ് എങ്കിൽ L9 കണ്ടുപിടിക്കാൻ ജസ്റ്റ് ബാക്ക്വേർഡ് ഒന്ന് ഇമാജിൻ ചെയ്യുക. അപ്പോൾ ഇതിൽ നിന്ന് ഇങ്ങോട്ടാണ് ഒരു ആക്ടിവിറ്റി എങ്കിലും നമ്മൾ L9 കണ്ടുപിടിക്കാൻ ഈ L10ൻ്റെ വാല്യൂവിൽ നിന്ന് K എന്ന് പറയുന്ന ആക്ടിവിറ്റിയുടെ ടൈം ഡ്യൂറേഷനായ 8 ലെസ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം, ഏർലിയസ്റ്റിനകത്ത് നമ്മളെല്ലാം ആഡ് ചെയ്തു, ലേറ്റസ്റ്റ് ടൈം കണ്ടുപിടിക്കാൻ നമ്മളെല്ലാം ലെസ് ചെയ്യാണ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ L10ൽ നിന്ന് 8 K എന്ന് പറയുന്ന ആക്ടിവിറ്റിയുടെ ടൈം ഡ്യൂറേഷൻ 8 ലെസ് ചെയ്യുമ്പോൾ നമുക്ക് L9ൻ്റെ വാല്യൂ കിട്ടും. അതാണ് ഇതാ ഇവിടെ ചെയ്തിരിക്കുന്നത്. L9 ഈസ് ഈക്വൽ ടു L10 മൈനസ് ഡ്യൂറേഷൻ ഓഫ് ആക്ടിവിറ്റി K, ദാറ്റ് ഈസ് 12 minus 8 is equal to 4. Then the last one, latest occurrence of an event when there are many successor activities. നേരത്തെ മെനി പ്രെഡിസസർ ആക്ടിവിറ്റീസ് ഏർലിയസ്റ്റിൽ പറഞ്ഞു, ഇവിടെ മെനി സക്സസർ ആക്ടിവിറ്റീസ് ആണ്. നമുക്ക് ഈ ഡയഗ്രാം നോക്കാം. നമ്മൾ പറഞ്ഞു ഈ ഒരെണ്ണത്തിൽ ഒറ്റ ആക്ടിവിറ്റി ഉള്ളൂ. ഇതിൽ 2-3 ആക്ടിവിറ്റി കണക്ട് ചെയ്ത് വന്നാൽ എങ്ങനെ L വാല്യൂസ് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റുമെന്ന് നോക്കാം. ദേ ഈ ഒരു ഡയഗ്രത്തിൽ 5, 6, 7, 8 4 ഇവൻറ്റ്സ് ഉണ്ട്. L5, L6, L7 വേണമെങ്കിൽ L8 കണ്ടുപിടിക്കാം. ഇതിൽ ഇവരിവിടെ തന്നിരിക്കുന്നത് L5 ആണ് നമുക്ക് എന്ത് ചെയ്യേണ്ടത്, കണ്ടുപിടിക്കേണ്ടത്. ദാ ഈ ഒരു കാൽക്കുലേഷൻ നോക്കൂ, L5 ആണ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യേണ്ടതെങ്കിൽ ഞാൻ പറഞ്ഞു നമ്മൾ വരയ്ക്കുമ്പോൾ ഫോർവേഡ് ആയിട്ടാണ് വരയ്ക്കുന്നതെങ്കിലും ഈ ഒരു റൂളിൽ നമ്മൾ L വാല്യൂസ് കണ്ടുപിടിക്കാൻ ബാക്ക്വേർഡ് ചിന്തിക്കണം. ഓക്കെ, നമ്മൾ നോക്കുമ്പോഴത്തേക്ക് L5ൻ്റെ വാല്യൂ കണ്ടുപിടിക്കാൻ ഇത് നോക്കൂ, L5ൽ നിന്ന് L6ലേക്കും L7ലേക്കും പോയിട്ടുണ്ട്. ഈ വാല്യൂ ആണ് കണ്ടുപിടിക്കുന്നതെങ്കിൽ നമുക്ക് കുഴപ്പമില്ല, ഫോർവേഡ് ചിന്തിക്കാം. ഇവിടെ നമ്മൾ ജസ്റ്റ് ഒന്ന് ബാക്ക്വേർഡ് ചിന്തിക്കുമ്പോൾ ഞാൻ പറഞ്ഞു L10 ആണ് ലാസ്റ്റ് എങ്കിൽ L10 ആദ്യം കണ്ടുപിടിക്കും, ദെൻ 9, 8, 7, 6, 5. അപ്പോൾ നമ്മൾ L5ൽ നിൽക്കുകയാണ്. L5ൽ നിൽക്കുമ്പോൾ ശ്രദ്ധിക്കുക, L5ൽ നിന്ന് 7ലേക്ക്, അതായത് 5 എന്ന് പറയുന്ന ഇവൻറ്റിലേക്ക് 7ലോട്ടും ഉണ്ട്, 5 എന്ന് പറയുന്ന ഇവൻറ്റിൽ നിന്ന് 6ലേക്കും ഉണ്ട്. നമ്മൾ തിരിച്ച് ചിന്തിക്കുമ്പോൾ 2 ആക്ടിവിറ്റിയാണ് 5നെ കണക്ട് ചെയ്ത് വരുന്നത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ഈ L7ൻ്റെ വാല്യൂവിൽ നിന്ന് 8ഉം ലെസ് ചെയ്യണം, L6ൻ്റെ വാല്യൂവിൽ നിന്ന് 4ഉം ലെസ് ചെയ്യണം. നമ്മൾ കഴിഞ്ഞ ഏർലിയസ്റ്റ് ടൈം റൂളിനകത്ത് മാക്സിമം എടുത്തെങ്കിൽ ഇതിൽ നമ്മൾ മിനിമം വേണം എടുക്കാൻ, ജസ്റ്റ് ഓപ്പോസിറ്റ്. ശ്രദ്ധിക്കുക, ലേറ്റസ്റ്റ് വാല്യൂ കണ്ടുപിടിക്കാൻ നമ്മൾ മിനിമം ആണ് എടുക്കുന്നത്. അപ്പോൾ 5ലേക്ക് 2 ആക്ടിവിറ്റി വരുന്നതായിട്ട് ചിന്തിച്ചിട്ട് L7 മൈനസ് 8ഉം വരും, L6 മൈനസ് 4ഉം വരും. ഇവിടെ L7 15, സോ 15 മൈനസ് 8ഉം വരും, 16 മൈനസ് 4ഉം വരും. അതിലേതാണ് മിനിമം, വിച്ച് ഈസ് ദ ലീസ്റ്റ് വരുന്നത് നമ്മൾ ഏതായിട്ട് എടുക്കും, L5 ആയിട്ട് എടുക്കും. സോ 12ഉം 7ഉം കിട്ടും. അതിൽ ചെറുത് 7 ആയതുകൊണ്ട് നമ്മൾ L5ന് ഏത് വാല്യൂ കൊടുക്കും, 7 കൊടുക്കും. ഇതാണ് തേർഡ് റൂൾ എന്നും പറയുന്നത്.